ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല പോഷക ഗുണമുള്ളതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇത് പുതിന ചട്നിയും സോസും കൂടി നമുക്കിത് അതിൻ്റെ കൂടെ കഴിക്കാം. ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു ബോളിലേക്കിട്ട് ഇനി 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ പരുവത്തിന് വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് പൊങ്ങി വരും. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു തക്കാളിക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. സ്വല്പം കറിവേപ്പില അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഈ പരുവത്തിനാണ് ഇരിക്കേണ്ടുന്നത്. അപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടി നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമുക്ക് ഒരു അപ്പക്കാര അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ സ്പൂൺ എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കടുകും ജീരകവും കൂടെ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സ്വല്പം ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഓരോ സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ തിരിച്ചിട്ട് ഇനി നമുക്ക് സ്വല്പം എണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓരോ തുള്ളി വീതം ഒഴിച്ചാൽ മതി. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം.
അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം, വൈകുന്നേരം ചായക്ക് കഴിക്കാം. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.